ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടെൻഡർ കോക്കനട്ട് കേക്കാണ്. ആദ്യം തന്നെ അതിനായിട്ട് 3 മുട്ട നമുക്ക് ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ ബീറ്റായി വരുമ്പോൾ നമുക്കിതിലോട്ട് 3/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യാം. ശേഷം നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് എത്തിയ ശേഷം നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് അതിലോട്ട് 1 കപ്പ് മൈദ ആഡ് ചെയ്യാം. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിനേക്കാളും കുറവ് ഉപ്പ്, ഇനി നല്ല രീതിക്ക് അരിച്ചെടുക്കാം എല്ലാം കൂടിയും. നെക്സ്റ്റ് അരിച്ചു മാറ്റി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ആദ്യത്തെ ബാറ്ററിലോട്ട് കുറച്ചായിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. അറ്റ് ലാസ്റ്റ് നമുക്ക് ഇതിലോട്ട് 1/4 സ്പൂൺ സൊർക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്യുന്നത് മുട്ടയുടെ മണമില്ലാതിരിക്കാനും കേക്ക് നല്ല രീതിക്ക് സോഫ്റ്റ് ആവാനുമാണ്. ഇനി നമുക്ക് ബട്ടർ പേപ്പറിൽ കുറച്ച് ഓയിൽ തടവിയെടുത്തതിന് ശേഷം ബാറ്റർ അതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാം. അതിനായിട്ട് ഒരു വട്ടകയിലോട്ട് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് മൂടി വയ്ക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം പ്രീ ഹീറ്റായ പാത്രത്തിലോട്ട് നമ്മൾ കേക്ക് ട്രേ ഇറക്കി വെച്ചിട്ട് അരമണിക്കൂർ മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഫില്ലിംഗ് ആയിട്ട് എടുക്കാനായിട്ട് ടെൻഡർ കോക്കനട്ടിൻ്റെ മലായും പിന്നെ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിതിപ്പോൾ നല്ലപോലെ തന്നെ അരച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്കിനെ നമുക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. നമ്മളെ കേക്ക് നല്ല രീതിക്ക് തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ചായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ സ്പോഞ്ച് 2 ലെയറായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. നെക്സ്റ്റ് ഉള്ളിലോട്ട് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാനായിട്ട് ടെൻഡർ കോക്കനട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സ്പഞ്ച് വെറ്റ് ചെയ്യാനായിട്ട് കോക്കനട്ട് വാട്ടറും പഞ്ചസാരയും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ മിക്സാണത്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ സ്പഞ്ചിലോട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ ക്രീം തേച്ച് നല്ല രീതിക്ക് ലെവൽ ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ടെൻഡർ കോക്കനട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസസ് ഇത് നമ്മൾ കേക്കിൻ്റെ ഉള്ളിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണത്. ഇനി നമുക്ക് നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് ഷുഗർ സിറപ്പാക്കിയിട്ട് വെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കേക്ക് നല്ല രീതിക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്രീൻ കളർ വെച്ച് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫൈനലി നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.